കൊച്ചിന്റെ ഡ്രാഗൺ അൽഫാം വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ബാർബിക്യൂ മേടിച്ചിട്ടുണ്ട്. അൽഫാം ബിനീഷും അൽഫാമാണ്. പിന്നെ അതുപോലെ നെയ്ച്ചോറ്, പൊറോട്ട. ജിബിയുടെ എന്ത് സാധനമായിരുന്നു? ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ബിനീഷ് ഭയങ്കര തകൃതിയായിട്ടുള്ള പണിയാണ്. രാവിലെ തന്നെ മീൻകറി. ഇവിടെ ഒന്നുമില്ലേ? ഇവിടെ ആയോ തന്നെ ഉള്ളത്. മസാല ദോശ, അതിൻ്റെ മസാല ഇവിടെ ഉണ്ട്. നമ്മുടെ ചെമ്മീൻ അവിടെ നല്ല വെച്ചിട്ടുണ്ട്. അത് എന്തിനാ? ചീരക്ക് വേണ്ടി. ചീരക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയട്ടെ നമ്മുടെ മെയിൻ ആൾക്കാരെ നിങ്ങൾക്കറിയാലോ. ജിബിയും കൊച്ചും അവർ വന്നിട്ടുണ്ട്. വെളുപ്പിന് 3 മണിക്കൊന്നും വന്നിട്ടാ. അവർ കണ്ണൂരിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് വന്നു. അപ്പം ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതെ ഞങ്ങൾക്ക് അതിലൂടെ കുറച്ച് പണി. ഹർത്താലാൾ പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനത്തെ കുറേ പരിപാടി അറിയാൻ പാടില്ല. ബിനീഷ് രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാ സകല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അതന്നെ ഒന്ന് ചെറുതായിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് 4 പേർക്കും കൂടി ഒന്ന് കറങ്ങി നടക്കാനുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ ഒന്ന് പോകണട്ടാ. ഞാനെന്തോ പറയാൻ വന്നല്ലോ. റോണോന് ഫുഡൊക്കെ കൊടുത്തു. റോണോൻ്റെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പം അവർ എഴുന്നേറ്റിട്ടുണ്ട്. മസാല ദോശ ഇപ്പൊ ഏതാണ്ട് ദോശ പോലെയല്ല. അപ്പൊ പുതിയ ഫ്രൈ പാൻ മേടിക്കണം. ഭയങ്കര കൊള്ളട്ടെ. നല്ല കളറൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ നല്ല മസാല ദോശ ഇവിടെ റെഡിയാണ്. കുഞ്ഞു മസാല ദോശ ആയിട്ടല്ല. അപ്പൊ ഒരാൾക്ക് 2, 3, 4 ഒക്കെ കഴിക്കാം. കൊച്ചിന് 2 മതിന്ന് പറയേ. ഓക്കെ ദോശ ഇങ്ങനെ പരത്തണം ഭയങ്കര ഇഷ്ടമുണ്ട്. ഇങ്ങനെ റൗണ്ടിൽ പറഞ്ഞത് ഞാനൊക്കെ ചെയ്തതിന് വേറെ കടയിലും പോകും. ഭൂപടം ഏത് മാപ്പിന്റെ ഭൂപടം എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും. എനിക്കിതേ ദോശ ഞാൻ ആദ്യത്തെ ഞാൻ വലുതുണ്ടാക്കിയതാണ്. വലുതുണ്ടാക്കിയതുകൊണ്ടില്ലേ അടുക്കി പിടിച്ചെന്ന് വെച്ചാൽ ഈ സൈഡ് മാത്രം പിടിച്ച്. അപ്പൊ പിന്നെ ഞാനിത് എനിക്ക് കഴിക്കാനത്ത്. എനിക്ക് മസാല ദോശ വലിയ കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിനീഷ് എടുത്ത് ഇതുണ്ടത് ഇവിടെയൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പാട് കാര്യങ്ങളും കൂടി ഒന്ന് മാറാനുള്ളൂ. പുതിയ തൊലി വന്നല്ലോ. അപ്പൊ അതിന്റെ അപ്ഡേഷനൊക്കെ അങ്ങനെയാണ്. ഓക്കെയാണ്. ഇനിയിപ്പോ അടുത്ത ആഴ്ച മസാല ദോശ എന്ന് പറയുന്നുണ്ടല്ലോ, നെയ്യ് റോസ്റ്റ്. അതന്നെ നെയ്യ് റോസ്റ്റ് വിത്ത് മസാല ദോശ. നെയ്യ് ഇട്ടിട്ടുള്ള പരിപാടിയുള്ളൂ. ഇവര് ചായ കുടിച്ചിട്ട് ഞാൻ നേരത്തെ കഴിച്ച്. ഇതേ നമ്മുടെ ജിബിയും കൊച്ചും അപ്പൊ തന്നെ മുടി വാരിയ സീൻ കണ്ട. അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോ ഒന്ന് പുറത്തോട്ട് പോകണം. അത് കഴിഞ്ഞ് ഇന്നലെ വെളുപ്പിന് വന്നുള്ള മസാല ദോശയൊക്കെ അടിച്ചിട്ടിരിക്കണ. ഇനി മസാല ദോശ അത് ശരിയല്ല. ഈ സാധനം കുറെ നാളായില്ലേ ജിബിയുടെ നേരത്തെ സാധനം ഉണ്ടായതാണ്. ആ ഡയലോഗും ഞങ്ങളിത് കാറൊക്കെ എടുത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ പുറകിൽ 2 പേര് ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് കറങ്ങാനുള്ള ഒരു പരിപാടിയാണ്. എങ്ങാടാണെന്നുള്ള യാത്ര ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. വൈന്തല ഭാഗത്തൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിപ്പുണ്ട്. വണ്ടി ജിബി തന്നെയാണ് കേട്ടോ ഓടിക്കുന്നത്. ജിബിക്ക് പിന്നെ ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പ്രോ ഡ്രൈവറാണ് ജിബി ഈ കാര്യത്തിൽ. ജിബി പിന്നെ ഓടിച്ചോളും. പിന്നെ ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഓടിച്ച് എത്തിയുള്ളൊരു 3 മണിയായപ്പോ അടുത്തത് പണി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വൈന്തലേ കൂടി കണ്ട പോണ ഈ വഴിയെ നല്ല രസമുണ്ടാ. ശാന്തമായ വഴിയാണ്. ഇവിടെയൊക്കെ ഫ്ലഡ് വന്നപ്പോ വലിയ കുഴപ്പമൊന്നും. അടിപൊളി കൊക്കാനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊക്കത്. ഇവിടെ എങ്ങാണ്ട് ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് എന്തായാലും ഈ വഴിയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു തൂക്കുപാലം ഉണ്ട്. അവിടെ ഒരു നല്ലൊരു അടിപൊളി കള്ള് ഷാപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താന്ന് തോന്നുന്നു. ഷാപ്പില് നല്ല ഫുഡൊക്കെ ഉണ്ടാവുമല്ലേ? ഷാപ്പില് ചിലപ്പോ നല്ല ഫുഡ് ഉണ്ടാവും. പക്ഷെ നമ്മള് വീട്ടില് നല്ല ഫുഡ് വെച്ചിട്ടുണ്ടല്ലോ ജിബി ഓൾറെഡി. ചേച്ചിയുടെ ഫുഡ് മതി, ഷാപ്പിലെ ഫുഡൊന്നും വേണ്ട. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ടാ ഗൈസ്. നോക്കി മാങ്ങ നോക്കി. ഇവന്റെ ഇവിടുത്തെ വീട്ടിലെ മാങ്ങ കണ്ട ഗൈസ്. ജിബി താഴെ അവിടെ നോക്കി എടുക്കണ്ടത്. അവിടെ മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. നോക്കി നല്ല പഴുത്ത് കിടക്കണ കേട്ടാ. അപ്പൊ ഇവിടെ ഞങ്ങളൊന്ന് വന്നതാണ് ഫ്രണ്ടിന്റെ വീട്ടിൽ. അപ്പൊ ജസ്റ്റ് ഒന്ന് ടെറസിന്റെ പൊക്കത്തോട്ടൊക്കെ ഒന്ന് കേറിയതാണ് ഞങ്ങള്. മാങ്ങയൊക്കെ അവിടെയൊക്കെ പഴുത്ത് കിടക്കണടാ. പിന്നെ ഫോട്ടോ എടുക്കുന്ന നല്ല രസമല്ലേ. ഞങ്ങൾ ആ വീട്ടിൽ നിന്നൊക്കെ പോകുന്നട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊന്ന്
പിന്നെ തെണ്ടാനായിട്ട് തന്നെ ഇറങ്ങിയേക്കുന്നത്. അതിനൊക്കെ നമ്മുടെ കാറിന്റെ ഒരു ഇൻഡിക്കേറ്ററിന്റെ ബൾബ് മാറ്റാനുണ്ട്. അപ്പൊ ഏതായാലും പോണ വഴി ചാലക്കുടിയിൽ വെച്ച് അതൊന്നും മാറണം. പിന്നെ പുറകിൽ അംഗം വിട്ടുകൊണ്ട് വിട്ട് രണ്ടെണ്ണവും തകർക്കുന്നുണ്ട് രണ്ടുപേരും. നമ്മള് ഭക്ഷണം കഴിക്കാനല്ലേ ജീവിക്കണല്ലേ ഇത്. അതെ, ഫുഡ് കഴിക്കണം. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യം. അതെ, അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന വഴി നമ്മള് ചാലക്കുടിയിലോട്ട് പോണ കാട് കുറ്റി റോഡാണ്. നമ്മുടെ വീടിന്റെ അടുത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീഡിയോ കാണുന്നില്ല. ഭയങ്കര രസമായിട്ട് ഇവിടുത്തെ വഴിയൊക്കെ. വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലധികം ആൾക്കാരെയൊന്നും ഞങ്ങൾ അങ്ങനെ കാണാറില്ല. ഓൾറെഡി ഭയങ്കര സൈലന്റ് ആണ് ഇവിടെ. ഇവിടെയാണ് മറ്റേ ആ കാടുകുത്തി പള്ളി. നമ്മുടെ കാറിന്റെ ഇൻഡിക്കേറ്റർ ശരിയാക്കി ഇട്ടത്. ഈ ബൾബ് ഇവിടെ ഊരിപ്പോയി കിടക്കണായിരുന്നു സംഭവം. അതെടുത്തില്ല, തൽക്കാലത്തേക്ക് അത് മാറ്റി. ഇതേ വന്നിട്ടുണ്ട് 3 കൂടി AC കാത്തിരുന്നിട്ട് വന്ന വരവ്. ഓക്കെ, ഇതെന്താ ബൾബ് പോയതല്ല ജിബി? ബൾബ് പൊട്ടിപ്പോയതല്ല. ഇതേ ബൾബ് വിട്ട് ഇവിടെ കിടക്കണം. അതിന്റെ ഫ്രണ്ടിൽ ഇത് ഉണ്ട്. അത് ഇത് കണ്ട. അതിനിപ്പോ അത് മാറ്റണമെങ്കിൽ അവർക്ക് കുറെ ടൈം എടുക്കുന്നുണ്ട്. ബൾബ് ഇട്ട് വേറെ ബൾബ് ഇട്ട്. ആ, ചൂടിന്റെ ആയിരിക്കും ഒന്ന്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതൊക്കെ ചെയ്ത് ഇനി പോട്ടെ. എടുക്കണ്ട വണ്ടി. ഇവരിത് ഇറങ്ങാൻ വേണ്ടി പോണേണ്ട. ക്ഷീണിച്ചു നിന്നോളെ എന്താണ് പറഞ്ഞോ? കൊച്ചിന്റെ ആക്ടിങ് നോക്കിയ കൊച്ചു ഭയങ്കര ഇതാണ്. ക്ഷീണിച്ച അവിടെ കൊറേ കറങ്ങി ഞങ്ങള്. ചൂടാട്ടെ സഹിക്കാൻ പറ്റാ. മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്ത് തുടങ്ങിയിട്ട് അതെ ഇവിടെ ഇവരിത് ഇറങ്ങാൻ പോലെ. ആ മര്യാദക്ക വെള്ളം ചോദിച്ചപ്പോ കൊടുത്താൽ പോരെ. അടുത്ത നേരെ രണ്ടുപേരും കൂടി ഇറങ്ങണം. നമുക്ക് വേറൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം. കൊച്ചിന്റെ ചിരിയുണ്ട്. കൊച്ചിന്റെ ചിരി ജീവിയാന്ന് പറയൂലായിരുന്നു. അത്ഭുത ദ്വീപില് മറ്റേ ഒരാളിങ്ങനെ എടുത്ത് തിരിച്ചിട്ട് ഇങ്ങനെ ചിരിക്കില്ലേ, ആ സാധനം എന്റെ ഇടയിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് കയ്യിൽ അങ്ങനെ ഇടായിരുന്നു. പറ്റൊന്നുമില്ല. അത് ഒറിജിനൽ സാധനമാണ്. അവർ രണ്ടുപേരും എന്തായാലും പോട്ടെ. ബൈ ബൈ. ഇന്നലെ നമ്മൾ ആ ബൾബ് മാറ്റിയില്ലായിരുന്നു ഗൈസ്. ഇതല്ലേ ബൾബ് മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് കണ്ടത് ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ ഇവർക്ക് ഇത് കംപ്ലീറ്റ് വഴിക്കാതെ ഇത് എടുക്കാൻ പറ്റില്ല. വണ്ടി കുറച്ചധികം നേരം ഇവിടെ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ നമുക്കിത് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ബൾബ് ഇത് കണ്ടതേ, ഇതിങ്ങനെ ഈ ഒരു ചെറിയൊരു വയർ വെച്ച് ഇങ്ങനെ ഊരിയെടുക്കാന്നുള്ള. അതിനാണ് നമ്മുടെ വണ്ടി ഷോറൂമിലിട്ട് അവർക്ക് 1.5 മണിക്കൂർ പണിയെടുക്കുന്നത്. ആകെ ഒരു 5 മിനിറ്റത്തെ പരിപാടികളുണ്ടായിരുന്നില്ല. എന്താ പറയാ, ഇന്നലെ കണ്ടായിരുന്നില്ല ഇതിന്റെ ഉള്ളിൽ വീണ് കിടക്കണായിരുന്നു. അങ്ങനെ അവർക്ക് അത് എടുക്കണമെങ്കിൽ കുറെ ടൈം എടുക്കുന്നുണ്ട്. ഒരു ബൾബ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് എന്താ പറയാ അല്ലേ, ഷോറൂമുകാരുടെ ഒരു അവസ്ഥ. പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പരിപാടി. അതിന് ഈ കംപ്ലീറ്റ് സ്ക്രൂകളുണ്ട് നമ്മുടെ ഇവിടുത്തെ. ഈ കംപ്ലീറ്റ് സ്ക്രൂകളൊക്കെ ഇങ്ങനെ അഴിച്ച് ഇത് കംപ്ലീറ്റ് ഊരി മാത്രമേ അതെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ബുദ്ധി ഉപയോഗിക്കണ്ടേ. ഇങ്ങനെയൊക്കെയാണ് ഷോറൂമുകാർ പൈസ ഉണ്ടാക്കണേന്ന് എനിക്ക് തോന്നണുണ്ട് കണ്ടിട്ട്. ഇത്രയും ബുദ്ധി ഇല്ലെന്ന് ഞാൻ ആലോചിക്കണം. ഇപ്പൊ കണ്ടില്ല ലൈറ്റ് നോക്കിയ കൈസ് നല്ല അടിപൊളിയായിട്ട് നമ്മളത് ഊരിയെടുത്ത് ഇപ്പൊ നോക്കിയിട്ട് അത് ഫിറ്റ് ചെയ്ത് കേട്ടോ. ഇത് ഇന്നലെ ഇങ്ങനെ പൊട്ടിപ്പോയതാണ്. ചൂടിന്റെ ആയിരിക്കും കേട്ടോ, അത് കുഴപ്പമില്ല. അത് നമ്മുടെ വണ്ടി തട്ടിയും മുട്ടിയും ചെയ്തിട്ടല്ല, ഇത് ചൂട് കൊണ്ട് പൊട്ടി ഇതായി പോയതാണ്. അതിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് എടുക്കാനായിട്ട് ഇത്രയും ടൈം കമ്പിയല്ലേ, ഇത് നമ്മുടെ വയറാണ്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കൊളുത്തിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുത്തപ്പോ അതിങ്ങോട്ട് ഊരി പോന്നു. അല്ല, അത്രയും ചിന്തിക്കാനുള്ള ഒരു ബോധം ഇല്ലെന്നാണ് ഷോറൂമിലുള്ളവർക്ക്. അപ്പൊ ഇത് നമ്മൾ എന്തായാലും ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളൊരു സ്ഥലം വരെ പോട്ടെ. പോയ ആൾക്കാരൊക്കെ തിരിച്ചിവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ജാമ്പൊക്കെ പറിക്കാൻ. വീണ്ടും ജാമ്പൊക്കെ പറിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കേറിക്കോ ചവിട്ടി പിടിച്ചോ. ആ ചവിട്ടി പിടിക്കാതെ ജീവിത ജാമ്പൊക്കെ പറിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. കൊച്ചവിടെ ഉണ്ട്. കൊച്ചിതെ ബിനീഷിൻ്റെ അടുത്ത് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ 2-3 ജാമ്പൊക്കെ പറിക്കാന്ന് വിചാരിച്ച് ഇന്ന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. വെറുതെ തിന്നെ നല്ല നോക്കി എടുക്ക്, വലുത് നോക്കി. ബിനീഷ വന്നത് ജിമിനെ കൊണ്ട് ജിമിക്ക് ഒരു വീഡിയോ എടുത്തോണ്ട് ലോക്ക് ഇതേ കൊച്ചവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കൊള്ളാട്ടോ, നല്ല ഡ്രസ്സ്. ഞാൻ കണ്ടില്ലായിരുന്നു, ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്.
കൊള്ളാം, നല്ല ഒരു 350 താഴെ. കൊള്ളാം. ജീവനെ കൊണ്ട് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങളൊന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് പുറത്ത് പോകണം. ജാമ്പക്കൊക്കെ കുറച്ച് പറിച്ച് തിന്നു ഞങ്ങൾ. എങ്ങനെയുണ്ട്? ഒമ്പോ ഭയങ്കര പോസിബിലായിട്ട് ആള്. പിന്നെ കാണിക്കണ്ടേ? ഞങ്ങളൊരു കറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പൊ ഇവിടെ നമ്മുടെ സാൽമൺ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നത്. ഇവര് കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നല്ലേ കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചിട്ട്. നല്ല അടിപൊളി പൊറോട്ടയും നെയ്ച്ചോറും നല്ല നാടൻ ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു. നമ്മുടെ നേരത്തെ സാൽമൺ റെസ്റ്റോറൻറ്റിൽ അവർ ഓണേഴ്സൊക്കെ മാറിയിട്ട് പുതിയ ആൾക്കാരാണ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം ബിനീഷൻ കഴിച്ചിട്ട് ഇവിടുന്ന്. അത് എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇപ്പം ബിരിയാണി ഒക്കെ തിന്നാൻ തോന്നുന്നു. എന്താണെന്നറിയാൻ പാടില്ല. അത് ഞാൻ ഡയറ്റ് എടുത്തോണ്ടായിരിക്കും. ബിരിയാണി അത് ഞാൻ ഓൾറെഡി ഡയറ്റ് എടുത്തത്. പിന്നെ ബിനീഷൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കാൻ ഇപ്പൊ ഇയാള് ബിരിയാണി ഓർഡർ ചെയ്താലും പുറത്ത് പോയി പോകുമ്പോ ഞാൻ കഴിക്കുന്നത് 3 കഴിക്കും. ചേച്ചി കഴിക്കാൻ ഞാൻ ഡയറ്റ് എടുത്ത പിന്നെ ചേച്ചി ഇപ്പൊ പുറത്തുനിന്ന് ഭയങ്കര ഇൻട്രസ്റ്റ്. ഫ്രൈഡ് റൈസ് ഒക്കെ തിന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസ് ഒന്ന് വാങ്ങി കഴിച്ചു. കൊച്ചിന് ഇവിടുത്തെ നെയ്ച്ചോറും നാടൻ ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. നാടൻ ചിക്കൻ കറി ഇന്ന് തീർന്നു പോയി. ബിസിനസ് സംസാരിക്കുന്നുണ്ട്. കൊച്ചിൻ ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ തിരക്കിൽ നമ്മൾ ആ ഒരു വോയിസ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്യാച്ച് ചെയ്യും. കൊച്ചിന് ആകെ നാടൻ ചിക്കൻ കറി മിസ്സായി. കല്യാണമൊക്കെ അടിപൊളി ഞങ്ങളുടെ പേജ് മേക്ക് ഓവർ ബൈ ജോസ്. എല്ലാവരും എൻ്റെ കയറി വർക്കൊക്കെ നോക്കി എല്ലാവരും കല്യാണം വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യും. DCW കൊച്ചി എന്നും പറഞ്ഞോണ്ട് അടിച്ചു. അത് ഞങ്ങള് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടാ. ചെയ്യാൻ ഞങ്ങൾ കൊച്ചിന്റെ പരിപാടിയുണ്ട്. അപ്പൊ കൊച്ചിന്റെ ഫുഡ് ഇവിടെ കൊച്ചിന്റെ ഡ്രാഗൺ അൽഫാം വന്നിട്ടുണ്ട് കേട്ടാ. കൊച്ചി അല്ലെങ്കിൽ ഇത്തിരി ഡ്രാഗണായിട്ടാണ് വേണ്ടത്. കൊച്ചിന്റെ നെയ്ച്ചോറ് പപ്പടം പിന്നെ ഞാനൊന്ന് അങ്ങോട്ട് മാറിയപ്പോ എന്താ ഇവിടെ സംഭവം? കൊച്ചിന്റെ ഡ്രാഗൺ വന്നതാ. എവിടെ തീ? എവിടെ തീയിലാണ് ഇരിക്കണത്. ഇത് തിന്നിട്ട് ഞാൻ ഊതും. ഇത് തിന്നിട്ട് കൊച്ചിയോട് ഊതും. അപ്പൊ അതേ ഞങ്ങളുടെ എല്ലാവരും ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ ഞങ്ങൾ ബാർബിക്യൂ മേടിച്ചിട്ടുണ്ട്. അൽഫാം ബിനീഷ് അൽഫാമാണ്. പിന്നെ അതുപോലെ നെയ്ച്ചോറ് പൊറോട്ട. ജിബിയുടെ നിന്ന് എന്ത് സാധനമായിരുന്നു? പെരി അൽഫാം സ്പൈസി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കിട്ടും. അവിടെ പൊക്കി കാണിച്ച് ഇങ്ങനെ കൊള്ളാം. എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഇനി ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ തന്നെ വായില് വെള്ളം വന്നു. ഇനി നിങ്ങളോട് വർത്താനം പറഞ്ഞോണ്ട് എന്നാ ശരിയാവില്ല. ഞങ്ങൾ എന്തായാലും കഴിച്ചു തുടങ്ങി. അവസാനം ഞങ്ങളുടെ ജ്യൂസും എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഞാനൊരു ഇതാട്ടോ മേടിച്ചത്. നല്ല കളർഫുൾ ആയിട്ടുള്ളത്. ഇതെന്താണ്? മിന്റ്. അത് ജിഞ്ചർ. ഇത് ഓൾറെഡി കല്ലർക്ക് അറിയില്ല. വാട്ടർ മില്ലൻ. പക്ഷെ അതിന് മുതലും മധുരം ഉണ്ടാവട്ടെ. ഇതിന് മധുരമില്ല. പ്യുവർ ഹെൽത്തി കുട്ടൻ. അങ്ങനെ ഫുഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊച്ചു ജിബിയും പോണേട്ടാ. അപ്പൊ നമ്മുടെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു. കുറച്ച് കറക്കവും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ എല്ലാ ദിവസവും കറക്കോ. ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്പ ജിബി കൈയ്യട്ടിക്കളയും. അയ്യോ അതുകൊണ്ടല്ല, എനിക്ക് ക്ഷീണിച്ചിട്ട് ഇവിടെ എന്തോ കൊളുത്തി പിടിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പൊ എന്തായാലും ഫുഡിങ് ആയിപ്പോയി. ഹെവി. ഓക്കെ ബൈ. ബൈ.